ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി എടത്തല ഭാഗത്ത് മെയിൻ റോഡിനോട് തൊട്ട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ഗേറ്റഡ് വില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 700 മീറ്ററാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായി ഗേറ്റുകളും നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ കാണാം. സുഖമായി ഇവിടെ ഒരു പ്രീമിയം കാർ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി ഒരുക്കിയിട്ടുണ്ട്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഇവിടെ മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. വുഡൻ പാനലിംഗ് കൊടുത്ത് ഒരു ഗംഭീര ലുക്കിൽ തന്നെയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. 2 പാളികളിലായി മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തൊരു മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു സോഫ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. പ്രൊഫൈലേറ്റയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാം. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. എത്ര വലിയ ഡൈനിങ് ടേബിളും സുഖമായി യാതൊരുവിധ തടസ്സവും കൂടാതെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയറിന്റെ ലുക്കും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മനോഹരമായി തന്നെ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്താണ് ഡൈനിങ് ഏരിയയും ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ ബാക്ക്ഗ്രൗണ്ടായി നൽകി ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് നൽകിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി ആന്റിക് ലുക്ക് വരുന്ന നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകളും നമുക്കിവിടെ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് കിച്ചണും ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള നൽകിയിരിക്കുന്നത്. ഹിൻഡ്യൂർ ബ്രാൻഡിന്റെ ഒരു പ്രീമിയം ചിമ്മിണിയും ബിൽഡർ കസ്റ്റമർക്കായി നൽകുന്നുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെയായി ഒരു വർക്ക് ഏരിയ കൂടി ആഡ് ഓൺ ചെയ്തെടുക്കാവുന്ന സൗകര്യം ബിൽഡർ ഇവിടെ ഒരുക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും ഏകദേശം 12 അടിയോളം വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിലും കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെയർവേ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച ഈ മനോഹരമായ ഷാൻലിയറിൻ്റെത് തന്നെയാണ്. ഈവനിങ് ടൈമിലൊക്കെ ഇത് കാണാനുള്ള ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. മുഴുവനായി ഷീറ്റിട്ട് കവർ ചെയ്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 13 അടിയോളം നീളത്തിലാണ് യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിലുള്ളതുപോലെ തന്നെ അത്രമാത്രം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിൽ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ഏകദേശം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ഈ വീടിന്റെ സ്റ്റഡി ഏരിയയിലേക്കാണ്. വേണമെങ്കിൽ ഇതൊരു ഓഫീസ് റൂമായോ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തൊരു ബെഡ്റൂമാക്കിയോ സുഖമായി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. 12x12 സൈസിൽ തന്നെയാണ് ഈ റൂമും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. 2 സ്റ്റെപ്പുകളായി കൊടുത്താണ് ഇവിടെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. അല്പം ഭാഗം കവേർഡായും ബാക്കി ഭാഗം ഓപ്പൺ സ്പേസുമായിട്ടാണ് ബാൽക്കണി കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ടുള്ള സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിൽ നൽകിയിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.